കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദീ എവിടെ ഇല്ലേ? പുറത്തോട്ട് പോയതാ, ഉടനെ വരും. വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കണോ? അമ്മയ്ക്ക് വയ്യാത്തല്ലേ? വേണ്ട മോനെ, മോനിവിടെ ഇരിക്കുന്നതാ അമ്മയുടെ പേടി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ദിലീപിന്റെ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് പോവാത്തതിന്റെ വിഷമൊന്നും വേണ്ട. അവൻ അമ്മയെ കൂടാതെ നാടമുറിച്ചതിന് എന്തെങ്കിലും ഒരു ദിവസം പശ്ചാത്തപിക്കും. അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അവന് നന്മയുണ്ടായ മതി. അത് ഏതൊരു അമ്മമാരും അങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ അമ്മമാരെ അവഗണിച്ചിട്ട് വളരാൻ ശ്രമിക്കുമ്പോ വളർത്തണോ വേണ്ടയോന്ന് മുകളിലൊരാൾ തീരുമാനിക്കണല്ലോ. അമ്മായിക്ക് അളിയന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. അളിയൻ പഠിച്ച കളന. അമ്മായി ജയിലിൽ കിടക്കുമ്പോ അമ്മായിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, ഞങ്ങളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ദീപ എന്ന് പറയുന്നവളെ കെട്ടിക്കൊണ്ട് കുടുംബത്തിലേക്ക് കയറി വന്ന കൂട്ടത്തിലെ അളിയൻ. അതുകൊണ്ട് പറയുന്നതിൽ പാതി വിശ്വസിച്ചാ മതി. ഇതങ്ങനെ നല്ല പ്രേമേട്ട. ഹരിതയും ചേട്ടനും തമ്മില് ഇപ്പൊ നല്ല ഇഷ്ടത്തിലാ. എനിക്കതൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാനായിട്ടില്ല. നിന്നെ വിശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹവും ഇല്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ അമ്മായി? ഈ പറയുന്ന ഹരിത എന്ന പെങ്കൊച്ചിനെ അളിയൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ 10ാമതേത്തിന് കല്യാണം വേണ്ടെന്ന് അളിയൻ പറയുന്നത്? അത് കാർത്തിക ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണ സമയത്ത് അതേ മണ്ഡപത്തിലിരിക്കാൻ ഏട്ടന് ബുദ്ധിമുട്ടുണ്ടാവും. കാർത്തിയും അളിയനും തമ്മിലുള്ള ശത്രുതയൊക്കെ എനിക്കറിയാം. പക്ഷേ അളിയൻ നീക്കി കല്യാണം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് സംശയത്തോടെ എല്ലാവരും കാണാവൂ. അവസാനം മുഹൂർത്ത സമയത്ത് അളിയൻ കാല ഓടയ്ക്കും. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അത് നടക്കൂടാ? നടക്കില്ലെന്നറിയാം. എങ്കിലും ഹരിത എന്ന പെൺകുട്ടിയെ അളിയൻ ഇഷ്ടമാണെങ്കിൽ മോളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അവരുടെ കല്യാണം നടത്തണോ അമ്മായി? അതിനി അവധിക്ക് വെക്കരുത്. കാർത്തിയുടെയും ചാരുവിന്റെയും കല്യാണക്കുറി അടിക്കുമ്പോ അവരുടെയും കൂടെ അങ്ങ് അടിക്കണോ അമ്മായി? ആ, അതന്നെ അമ്മ എന്റെ അഭിപ്രായം. ഹരിതയ്ക്കും എടിപിടിന്ന് കല്യാണം നടത്തുന്നതിനോട് താല്പര്യമില്ല. എന്തായാലും സ്ത്രീധനം വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു താലിമാല അവളെ കഴുത്തിയിട്ട് കൊടുത്തിട്ട് വിളിച്ചോണ്ട് വന്ന എന്താ കുഴപ്പം? എന്റെ അമ്മായി, ദീപയെ കല്യാണം കഴിക്കാൻ വേണ്ടി അളിയൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ അമ്മായിയുടെ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ ഉള്ളപ്പോ അളിയൻ പറയുന്നതൊക്കെ അപ്പാടെ വിഴുങ്ങാതിരിക്കുന്നതാ നല്ലത്. ഈ കല്യാണ ആലോചന നടന്നപ്പോ തന്നെ ഹരിത ഓക്കെ പറഞ്ഞതാ. അവൾക്ക് ഏട്ടന് ജീവനാ. ഒരാൾക്ക് മാത്രം ജീവനുണ്ടായ പോരല്ലോ, മറ്റേ ആൾക്കും അങ്ങനെ തോന്നല് വേണ്ടേ? ഏതായാലും പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ കല്യാണത്തിനൊപ്പം അവരുടെയും കല്യാണം നടത്തുന്ന നല്ലത്. കാർത്തിയും പ്രേമേട്ട സംസാരിച്ച പോലൊക്കെ സംസാരിച്ചിരുന്നു. ചാതി ഏത് ഭാഗത്തുനിന്ന് വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാണേണ്ട ആളെ എത്തി. നുണയനെത്തിയോ? നുണയെ ഞാനാണോ അളിയനാണെന്നുള്ള ചർച്ച അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നീ നുണ പറയുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിനക്കാ. അളിയ, ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ആരുടെയാ? നാടകവും? എന്റെ അളിയ, ഞാനും ഹേമയും തമ്മിലുള്ള കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അളിയനെ എനിക്കറിയാം.
അളിയന്റെ വീട്ടിലെ ഓരോ അംഗത്തെയും എനിക്കറിയാം. അതുകൊണ്ട് ആരുടെയും സ്വഭാവം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നീ ഇവിടെ വന്ന് അമ്മയും ചാരുവിനൊക്കെ കുത്തികളെ കാണുമെന്ന് എനിക്കറിയാം. അളിയൻ ഹരിത എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നു. അളിയന് അവളെ ഇഷ്ടം, അവക്ക് അളിയനേക്കാളും ഇഷ്ടം. ഇതൊക്കെയാ ഞാൻ കേട്ട കഥകള്. എന്നാലേ അളിയന്റെ ഉള്ളിൽ വേരൊറച്ചു പോയൊരു മുഖമാ ദീപയുടെ. അവളെ കളഞ്ഞിട്ട് അളിയന് മറ്റൊരുത്തിയെ കെട്ടാൻ പറ്റൂ? പറ്റുന്ന കൊണ്ടാണ് അവളെ കെട്ടാമെന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ അങ്ങനെ പറയാൻ ആർക്കും പറ്റൂ അളിയ. പക്ഷേ കെട്ട് നടന്നിട്ടേ കെട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. പക്ഷേ അമ്മായിക്കും ചാരുവിനൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അളിയൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവരതൊക്കെ പറഞ്ഞെന്നും വരും. നിന്റെ തല കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായടാ, നീ എന്റെ തല തെറിപ്പിക്കാനായിട്ട് വന്നതാണെന്ന്. എന്റെ അളിയൻ ഹരിത എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അളിയന് ഭയക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഭയക്കേണ്ടി വരും. അല്ല, അത് പറഞ്ഞപ്പോ തന്നെ അളിയന്റെ മുഖം മാറിയത് കണ്ടു. എടാ, കുടുംബകലഹം ഉണ്ടാക്കാനല്ലാതെ കുടുംബത്തിലുള്ള ഒരു ഐക്യത്തോടെ പോണമെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കേണ്ട ഞാനല്ല. ഞാനും എന്റെ ഭാര്യയും ഐക്യത്തോടെ സമാധാനത്തോടെ പോവാ. ഇവിടെ അളിയനും അങ്ങനെ പോണോന്നായി എന്റെ ആഗ്രഹം. ഹരിതയെ കെട്ടാൻ അളിയൻ ദീപയുമായിട്ടുള്ള ബന്ധമൊന്നും ഒഴിഞ്ഞിട്ടില്ലല്ലോ. ഡിവോഴ്സ് നടന്നോ അളിയ? അതേപറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അളിയൻ ചിന്തിക്കത്തേ ഉള്ളൂ, അതൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ അകത്തിരിക്കുന്നവരെ കഴുതി അയക്കും. എന്നോടാ കളിയൊന്നും വേണ്ട. ഓട്ടാളിയാ. ഇവനെല്ലാം കൊളാക്കുന്ന തോന്നുന്നു. പ്രേമേട്ടൻ പറയുന്നൊക്കെ കഴമ്പില്ലാത്ത കൂട്ടത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നത് നല്ലതാ. പ്രത്യേകിച്ച് കാർത്തിയും കൂടി പറഞ്ഞ സാഹചര്യത്തില്. ആ, ഇത് വരുന്നുണ്ട്. മേടമാസത്തിൽ ഇവളുടെയും കാർത്തിയുടെയും കല്യാണം നടക്കുമ്പോ നീ ഹരിതയുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പലതവണ ഞാൻ പറഞ്ഞതാ ഇവളും. പക്ഷെ നീ അതത്ര ഗൗനിച്ചിട്ടില്ല. എന്നാ ഇനി അത് പാടില്ല. അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ കെട്ട് നടക്കണം. അമ്മ ഇത് എന്തായി പറയുന്നേ? എന്താടാ? ഹരിതയ്ക്ക് സമ്മതാണോന്ന് അമ്മ ചോദിച്ചോ? അവളെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. അവളോട് മിക്കവാറും ആ ദിവസം തന്നെ കല്യാണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നീ ആയിട്ട് മുടക്കൊന്നും പറയരുത്. 10-ാം ഉദയത്തിൽ 2 കല്യാണവും ഒരുമിച്ച് ഞാൻ നടത്തും. എടുപിടി നിന്നൊരു കല്യാണത്തിന് എനിക്ക് പറ്റില്ല. എന്താടാ പറ്റാത്തത്? ഞാൻ പറഞ്ഞാലും അന്നത്തെ ദിവസം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ലേ? എങ്കിലതെനിക്കൊന്ന് കാണണമല്ലോ. അന്നാണ് നിന്റെ 2ാം കെട്ട്. മനസ്സിലായോടാ? അതിനു മുൻപേ ആ ദീപ എന്ന് പറയുന്നവളുമായിട്ട് ബന്ധം പിരിയണമെങ്കിലേ അതിനുള്ള തയ്യാറെടുപ്പുകൾ വേഗം നടത്തണം. ഈ വിവാഹത്തിന് ദീപ ഒരു തടസ്സമാവില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. വെറുതെ പ്രേമൻ പറയുന്ന കേട്ടിട്ട് അമ്മ ഇവളും കൂടി ദയവേദനെ വിഷമിപ്പിക്കരുത്. ഏട്ടന ഹരിത ഇഷ്ടമാണല്ലോ, പിന്നെ അവളെ കല്യാണം കഴിക്കാൻ എന്താ ഇത്ര പ്രയാസം? അതിന്റെ കാരണമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതാ. കാർത്തി എനിക്ക് ഇഷ്ടമല്ല, എന്നിട്ടും അവരെ തന്നെ കെട്ടത്തുള്ളൂന്ന് നീ വാശി പിടിച്ചു. ഇനി അവൻ നിന്റെ കഴുത്തി താലി കെട്ടുമ്പോ അതേ മണ്ഡപത്തിൽ വെച്ച് ഹരിതയുടെ കഴുത്തി താലി കെട്ടാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. കല്യാണക്കുറി അടുപ്പിക്കുമ്പോ ഇവരുടെ മാത്രമല്ല, അതിനൊപ്പം തന്നെ നിങ്ങളുടെയും കല്യാണക്കുറി അടുപ്പിക്കാൻ പോവാ. ഹരിതയോട് ചോദിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും അമ്മേ നല്ലത്. ഇത്തരം കാര്യങ്ങളിൽ പെൺവീട്ടുകാരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അവൾക്ക് കിട്ടുന്ന ലോട്ടറിയായി ഈ കല്യാണം. അവിടെ അവര് നമ്മൾ പറയുന്നത് കേൾക്കണം. അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ഇനിയും ഉണ്ട് 1 മാസം.
10ാം ഉദയത്തിന് ഞാൻ നിന്റെ കല്യാണം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പകരം വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അതെ, ഹരിതയ്ക്ക് നമ്മൾ പറയുന്ന സമയത്ത് കല്യാണം നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ പോലെ മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്താം. കാർത്തിയോട് പറഞ്ഞ ഇഷ്ടം പോലെ പെൺകുട്ടികളെ അവൻ തന്നെ കണ്ടെത്തി തരും. ആ, അവനെന്നെ തൊലയ്ക്കാനുള്ള ബന്ധങ്ങളെ കൊണ്ടുവന്നു തരൂ. വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ പെണ്ണ് നോക്കാൻ പോവാനിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ ഒരുത്തിയെ ഇവള് കാണിച്ചു തന്നത്. പിന്നെ കണ്ടപ്പോ കുഴപ്പമില്ലെന്ന് തോന്നി. ഇനി അവള് വാശിക്കാരിയാണെങ്കിൽ എനിക്ക് അവളെ മരുമകളായിട്ട് വേണ്ട. അവളെ ഷോറൂമിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് വേറൊരുത്തിയെ കൊണ്ടുവരാം. അവിടെ ജോലിക്കും നിന്റെ ഭാര്യയായിട്ടും. അവൻ വന്നപ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂന്ന്. പ്രേമേട്ടന്റെ വാക്ക് കേട്ടിട്ടൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ചേട്ടനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഓരോരോ ഉറപ്പ് തന്നിട്ട് അവസാനം കാല് മാറിയാലേ എല്ലാവരുടെയും മുന്നിൽ കൊച്ചായി പോകുന്നത് അമ്മയാ. അത് മറക്കരുത്. എന്നാൽ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ. ഈ വാശിയൊക്കെ കാണുമ്പോ എന്തോ ഒരു സംശയം പോലെ. ഒരു സംശയമില്ല മോളെ. ബന്ധം പിരിയാനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്നിട്ട് കല്യാണവും നടത്തണം. അതിൽ തന്നെ ഞാനിനി ഉറച്ചു നിൽക്കും. അവൻ എത്ര കിടന്ന് ചാടിയാലും ശരി. അച്ഛാ, മോളെ, ഈ ഡയറിയിൽ ഓരോ ദിവസത്തെയും കണക്ക് എഴുതി വെക്കുക മോളെ. അച്ഛന് കിട്ടുന്ന പെൻഷനിൽ നിന്ന് കുറച്ച് മെച്ചം പിടിക്കണം. പിന്നെ മോക്ക് കിട്ടുന്ന ശമ്പളം അതുപോലെ ബാങ്കിലിടണം. ജോലി ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് വലിയ തുകയാ സ്ത്രീധനമായിട്ട് ഓരോരുത്തർ ചോദിക്കുന്നത്. സ്ത്രീധന മോഹികളെയൊന്നും എനിക്ക് വേണ്ട. അതിനെപ്പറ്റി സംസാരിക്കാനും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ജേട്ടൻ വിളിച്ചിരുന്നു. 10ാം ഉദയത്തിന്റെ അന്ന് കല്യാണം നടത്തണമെന്നാ ജേട്ടന്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ പറയുന്നത്. ചാരുവിന്റെയും കാർത്തിന്റെയും ഒപ്പം എന്റെ നടത്തണമെന്ന്. അത് കുറെ നാളായിട്ട് പറയുന്നതല്ലേ മോളെ. ഇത് അതുപോലെ അല്ല, ഏതാണ്ട് ഉറപ്പിച്ച മട്ട. അവിടെ നിന്ന് അച്ഛന്റെ നട്ടിലില്ലാത്ത മരുമോ വന്നിരുന്നു, പ്രേമൻ. അയാളാ അമ്മയും ചാരുവിനെയൊക്കെ പറഞ്ഞിളക്കിയത്. അങ്ങനെ വന്ന് ക്ഷണിച്ച ഇനി 1.5 മാസമല്ലേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അതിനു മുന്നേ എന്തെങ്കിലും നടക്കണം. മോളെ, ജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ അവിടുന്ന് പറഞ്ഞു വിട്ടാലും മോക്ക് അതിലും നല്ലൊരു ജോലി ശരിയാക്കി തരാമെന്ന്. അതുകൊണ്ട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കലവിടെ തുടയ്ക്കാം. ദേ, ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് മോളുടെ അമ്മയും പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവൾ എന്തോന്ന് ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ ചാരുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജേട്ടന്റെ കല്യാണം നടത്താൻ നോക്കിയാലോ? 2ാം കെട്ടായതുകൊണ്ട് പെട്ടെന്നൊന്നും കിട്ടില്ലല്ലോ. പിന്നെ നമ്മളൊക്കെ ഇല്ലേ മോളെ, നമുക്ക് ഈ കല്യാണം എങ്ങനെ മുടക്കിക്കാവുന്നേ? മോളെ, ഇനി പേടിക്കേണ്ടത് കാർത്തിയെ അവന്റെ അച്ഛനെയാ. മോള് കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ തുടങ്ങും സംശയം. പിന്നെ ഈ കാർത്തി എന്ന് പറയുന്നവനായിരിക്കും ജയന് വേണ്ടി പെണ്ണിനെ കണ്ടുപിടിക്കുന്നത്. ഏതെങ്കിലും കൊള്ളരുതാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തും. പിന്നെ പോയില്ലേ മോളെ കാര്യങ്ങള്. ഇനിയിപ്പോ കല്യാണ ലെറ്ററൊക്കെ ഞങ്ങളുടെയും പ്രിന്റ് ചെയ്യിക്കുമെന്ന് അറിയില്ല. അതൊക്കെ ചെയ്യിക്കട്ടെ മോളെ. അങ്ങനെയാണെങ്കിൽ ഉടനെ ചാരു അവളുടെ അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. അതെ, ഈ കല്യാണത്തിനുള്ള പൈസയും അത്യാവശ്യം സ്വർണം എടുക്കാനുള്ള പൈസയുമൊക്കെ ഒരുങ്ങുന്നേ ഉള്ളൂ എന്ന് മോൾ അങ്ങ് പറയണം. അതൊന്നും കിട്ടാതെ രാഗിണി മരുമക്കളെ വീട്ടിനകത്തോട്ട് കേട്ടില്ല. ജയേട്ടനാ പറയുന്നെന്ന് വെച്ച് അതനുസരിക്കാം. ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയാ. ആങ്ങളയോട് പെങ്ങൾക്ക് സ്വന്തം പെങ്ങളാണെന്ന് പറയാൻ പറ്റുന്നില്ല. 2 പേരുടെ അച്ഛൻ ഒരാളാണെന്നും പറയാൻ പറ്റുന്നില്ല. അത് ഇത്രയ്ക്കും വലിയ ശ്വാസം മുട്ടലായെങ്കിലേ പോയി ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് വിളിക്കട്ടെ.
മോള് വിഷമിക്കണ്ട മോളെ. രാഗിണിയുടെ തലക്കിട്ട് അവള് ചിന്തിക്കുന്നതിനപ്പുറം കൊട്ടുകൊടുത്ത വിവരം അവക്കറിയില്ല. എന്നെ നാണം കെട്ടവനെന്നും പറഞ്ഞ് 24 മണിക്കൂറും കളിയാക്കിക്കൊണ്ടിരുന്നവളാ. കഴുത, കോവർ കഴുത, മരപ്പട്ടി, എന്തൊക്കെയായിരുന്നു എന്നെ വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെയുള്ള എനിക്ക് വേറൊരു മുഖമുണ്ടെന്ന് അവൾ അറിയട്ടെ. ഇപ്പൊ ഏതാണ്ട് അവൾ അറിഞ്ഞോണ്ടിരിക്കുക. ഇനി അവളെ എന്നെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണും. അന്ന അവളാണ് യഥാർത്ഥ കഴിവുകെട്ടവളെന്ന് അവള് ശരിക്കും അറിയാൻ പോകുന്നത്. സ്നേഹമാണ് എല്ലാത്തിനും അടിസ്ഥാനം. അത് ചില സമയത്ത് കിട്ടിയില്ലെങ്കിൽ മനസ്സ് പാളിപ്പോകും മോളെ. അതാണിന്റെ ആണേലും പെണ്ണിന്റെ ആണേലും ശരി. എന്നെ അടുക്കളക്കാരനാക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ അടുക്കളയിലിട്ട് വറുത്ത് പൊരിച്ച് കോരി അവിടെ എന്റെ മനസ്സ് തണുപ്പിക്കാൻ, എനിക്ക് എന്നെക്കുറിച്ചൊരു ആശ്വാസം ഉണ്ടാകാൻ ഞാൻ തെരഞ്ഞെടുത്ത വഴിയാ മോളുടെ അമ്മ. ഇതിന്റെ പേരിൽ ഏതു കോടതി എന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചാലും ആ വിധി സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും മോളെ. ഇത് വല്ലാത്തൊരു ധൈര്യമാണല്ലോ. ഓരോന്ന് കണ്ടും കേട്ടും എന്റെ ധൈര്യം കൂടിക്കൂടി വരികയാ മോളെ. അങ്ങനെ എന്നെ ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഇപ്പൊ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ആ ചീങ്കണ്ണിയില്ലയോ, അവള് തന്നെ. ലാലേട്ടന്റെ അമ്മയെ ചുട്ട കൊല്ലുക വേണ്ടത്. അവർക്കിത് എന്തിന്റെ കേടാ? ശകുനിയെ പോലെ ഒരുത്തനുണ്ട്, ആ പ്രേമൻ. അയാളാ ലാലേട്ടന്റെ അമ്മയും ചാരുവിനെയൊക്കെ പ്രഷർ കയറ്റുന്നത്. അവനിട്ട് 2 എണ്ണം പൊട്ടിക്കാൻ ജഗേട്ടനോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. അതൊന്നും വേണ്ട. എന്താ വേണ്ടാത്തത്? ജഗേട്ടൻ എന്ന പേര് കേട്ടാ അവൻ വിറയ്ക്കും. പല തവണ അവന് താക്കീത് കൊടുത്തതാ, ദീപയുടെ ലാലേട്ടന്റെ ജീവിതത്തിൽ കയറി കളിക്കരുതെന്ന്. ബന്ധം പിരിയണമെന്നവര് നിർബന്ധം പിടിച്ച ഞാൻ എന്ത് ചെയ്യും? അതിന് ലാലേട്ടൻ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ കഴുത്തി കിടക്കുന്ന താലി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് ലാലേട്ടൻ വേറെ താലി കെട്ടിയാ പോരെ? ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്നെ കൊണ്ട് തൽക്കാലം അതിനൊന്നും പറ്റില്ല. നീയും ലാലേട്ടനും ഇപ്പൊ ഒരു നാടകം കളിക്കുന്നില്ലേ? ജീവിതം വഴിമുട്ടിയാ അതൊക്കെ വേണ്ടി വരും. ലാലേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങേര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാ അത് അക്ഷരം പ്രതി അനുസരിക്കണം. ലാലേട്ടന്റെ അമ്മ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് നിന്നോട് മോശമായിട്ട് സംസാരിച്ചാ നീ ശക്തമായിട്ട് പ്രതികരിക്കണം. അടിക്കാൻ കൈ പൊക്കിയാ ആ കൈക്ക് കടന്നു പിടിക്കണം. തിരിച്ചടിക്കണമെങ്കിൽ അടിക്കുകയും ചെയ്യണം. നീ എന്തൊക്കെയായി പറയുന്നേ? ലാലേട്ടന്റെ അമ്മ ഞാൻ അടിക്കാനോ? അവരൊരു അമ്മയല്ല, ക്രിമിനലാ, ജയിൽ പുള്ളിയാ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ അമ്മയല്ലാതാവോ? ആയിക്കൊണ്ടിരിക്ക. ഈ പോക്ക് പോവുകയാണെങ്കിൽ മോൻ അമ്മയെ തള്ളി പറയും. ലാലേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി, ഏത് മക്കളാ ഇങ്ങനൊരു അമ്മയെ സഹിക്കുന്നത്? ലാലേട്ടന്റെ ചേട്ടൻ അവരോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ അവരെ സ്നേഹിച്ചോണ്ടിരുന്നാലേ അങ്ങേർക്കൊരു കുടുംബം കാണില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാ ഭാര്യയുടെ കൂടെ നിൽക്കുന്നതും. ഏതായാലും ഏപ്രിൽ വരെ സമയമുണ്ടല്ലോ. ആ, ഏപ്രിൽ എന്ന് പറഞ്ഞാ ഉടനെ ഇങ്ങെത്തും. മേടമാസത്തിൽ ഒരു കാരണവശാലും ലാലേട്ടന്റെ കല്യാണം നടത്താൻ അവര് നിർബന്ധിക്കരുത്. ഇവിടെ അവർക്ക് ഉപദേശം കൊടുക്കുന്നത് എന്റെ അച്ഛനും കാർത്തിയുവാ. ഉള്ള കാര്യം പറയാലോ, നിന്റെ അച്ഛനെയും ലാലേട്ടന്റെ അമ്മയും കൊല്ലണം. എങ്കിലേ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. സ്വന്തം അച്ഛനാണെങ്കിലും നിന്റെ അച്ഛൻ മരിച്ചാ നീ കരയേണ്ട കാര്യമൊന്നും ഇല്ല ദീപേ. അങ്ങേര് അത്രയ്ക്ക് ദുഷ്ടനാ. എന്റെ അമ്മയോട് അങ്ങേര് ചെയ്തതൊക്കെ നിനക്കറിയാലോ. കൂടുതൽ കളിച്ചാ ആ കേസ് ഞാനങ്ങ് കുത്തിപ്പൊക്കും. അയാളെ കോടതിയിലും കേറ്റും. എന്റെ മുന്നിലിപ്പോ നീ നിന്റെ അമ്മയും നിന്റെ അനിയത്തിയും ഒക്കെ ഉള്ളൂ. പിന്നെ ലാലേട്ടനും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതൊക്കെ അവരെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കാതിരുന്നാ കൊള്ളാം.
മേടമാസത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നും പറഞ്ഞ് അവര് വാശി പിടിച്ചാലും അത് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ അമ്മേ. അതാരാ? അതാരാന്ന് അറിയില്ലേ അമ്മയ്ക്ക്? ഓ, ജഗന്റെ കാര്യമാണ് മോള് പറഞ്ഞത്. ഇപ്പൊ പ്രതിസന്ധിയില് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് ജഗേട്ടനല്ലേ അമ്മേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജഗനിപ്പോ ഗുണ്ടായിസൊക്കെ അവസാനിപ്പിച്ച് വളരെ ശാന്തമായിട്ടാ ജീവിക്കുന്നേ. അയാളെ വീണ്ടും അതിലേക്ക് തള്ളിവിടുന്നത് നമ്മളാ. നമ്മളെ തള്ളിവിടുന്നില്ലല്ലോ. നമ്മുടെ കാര്യങ്ങൾ അറിയുമ്പോ ജഗൻ നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയല്ലേ. ജയലാലും ദീപയും തമ്മിൽ ഇപ്പോഴും അടുപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ടുപേരുണ്ട് മോളെ. കാർത്തിയും മോളുടെ അച്ഛനും. അവരായിരിക്കും ജയലാലിന്റെ അമ്മയും പെങ്ങളെയും കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിക്കുന്നത്. ലാലേട്ടന്റെ അമ്മയും പെങ്ങളെയും തല്ലാനേ ബുള്ളറ്റിന് മടിയുള്ളൂ. ഈ പറഞ്ഞ രണ്ടുപേരെ വേണമെങ്കിലും കൈകാര്യം ചെയ്തോളൂ.